നിസ്തുലനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും നിങ്ങളെ ഈ ഹോപ്പ് ചാനൽ സ്റ്റുഡിയോയിലെ പ്രഭാഷണത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അത് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളതായ വിഷയം 10ാമത്തെ കൽപ്പനയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അടികളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, വീണ്ടും പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടികൾക്കായി ഒരുക്കിയിരിക്കുന്നതായ ഈ വിഷയത്തിന് നന്ദിയോടെ സ്തോത്രം. അത് മനസ്സിലാക്കി തരുവാനും അവിടുത്തെ ആത്മാവാൽ പ്രേരിതരായി ജീവിപ്പാനും അടികളെ സഹായിക്കണമെന്ന് അടികൾ യാചിക്കാവുന്നു. അടികളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. അടിൻ്റെ ശബ്ദവിധികൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളെ ദൈവം നടത്തി തരുമാറാകണമേ. സകല യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇസ്രായേലിയർക്ക് മോശയിലൂടെ ദൈവം കൊടുത്ത 10 കൽപ്പനയെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഈ 10 കൽപ്പന ദൈവം കൊടുക്കുമ്പോൾ അവരുടെ സാമൂഹിക വ്യവസ്ഥിതിക്ക് ഉറപ്പ് ഉണ്ടാകുവാൻ വേണ്ടിയാണ് ദൈവം ഇത് നൽകിയത്. അങ്ങനെ ഈ പറയപ്പെട്ടതായ 9 കൽപ്പനകളും അത് ദൈവവുമായുള്ളതായ അവരുടെ ബന്ധവും മനുഷ്യരുമായുള്ളതായ അവരുടെ ബന്ധവും അത് സ്നേഹത്തിലൂടെ നിറവേറുവാൻ തക്കവണ്ണമാണ് ദൈവം ആഗ്രഹിച്ചത്. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് 10ാമത്തെ കൽപ്പനയാണ്. അത് പുറപ്പാട് പുസ്തകം 20ാമത്തെ അധ്യായത്തിൽ 17ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്. കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് എന്ന് ഈ കൽപ്പന അനുശാസിക്കുകയാണ്. അതിനെക്കുറിച്ച് ഒരു ഉദ്ധരണി പറയുന്നത് The 10th commandment strikes at the very root of all sins. അതായത് എല്ലാ പാപത്തിൻ്റെയും അടിവേര് ഈ 10ാമത്തെ കൽപ്പനയാണ്. അതായത് മോഹിക്കരുത് എന്നുള്ളത്. അത് മോഹം ഏത് തരത്തിലായിരുന്നാലും അത് പാപത്തിലേക്ക് വഴിതെളിക്കും എന്ന് നാം മനസ്സിലാക്കണം. ആയതുകൊണ്ടാണ് തിരുവചനത്തിൽ ഇത് എത്രമാത്രം ഒരു വേരിൻ്റെ സ്വഭാവമുള്ളതായിട്ട് അല്ലെങ്കിൽ റൂട്ട് ഓൾ ദ ഈവിൾ എന്ന് പറയുവാൻ തക്കണം ഇടയായി തീർന്നത്. എന്താണ് ഈ മോഹം എന്ന് നമുക്ക് ചിന്തിക്കാം. അതായത് വെബ്സ്റ്റർ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ഡിക്ഷണറിയിൽ പ്രകാരം ഞാൻ വായിക്കുന്നു, ടു ലോങ് ഇൻഓർഡിനേറ്റ്ലി ഫോർ സംതിങ് ദാറ്റ് ഈസ് അനദേഴ്സ് ഇറ്റ് ഇംപ്ലൈസ് എസ്പെഷ്യലി എക്സസീവ് ഡിസയർ ഫോർ വാട്ട് ബിലോങ്സ് ടു അനദർ. അപ്പോൾ ഇതാണ് മോഹം. അതായത് അന്യൻ്റെ വസ്തുവിനെ നാം ആഗ്രഹിക്കുക. അത് എത്രയായിരുന്നാലും അത് ദോഷമാണ്. അതിനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 12:15 വായിക്കുന്നത്, പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് യേശു പറയുകയുണ്ടായി. അപ്പം സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുക എന്നാണ് കർത്താവ് പറഞ്ഞത്. കാരണം നമുക്കറിയാം ഈ നമ്മുടെ ജീവൻ ആധാരമായിരിക്കുന്നത് ദൈവം ദാനമായി തന്നിരിക്കുന്നതായ ജീവനാണ്. അതേ പ്രാണവായുവാണ്, അതേ ശരീരത്തിലുള്ളതായ രക്തമാണ്. അതല്ലാതെ നാം സമ്പാദിച്ചു കൂട്ടുന്നതായ വസ്തുവകൾ കൊണ്ടല്ല. പിന്നെ നാം ആഹാരം കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആന്തരികമായ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ദൈവം നൽകിയിരിക്കുന്നതായ ഈ ജീവൻ അത് ഒരു ദാനമാണ്. എന്നാൽ നാം ഉണ്ടാക്കി വെക്കുന്നതായ അത് സമൃദ്ധിയാൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല എന്ന് ഇവിടെ പറയുകയുണ്ടായി. അത് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? എഫേസ്യർ 5:5 ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വീണ്ടും കൊലോസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അതായത് വിഗ്രഹാരാധനയോടാണ് അത്യാഗ്രഹത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു എന്ന് പറയുന്നു. അതെ, പലപ്പോഴും ഈ മോഹം നമ്മിൽ എന്താണ് ചെയ്യുന്നത്? അത് നമ്മെ മറ്റു പല പാപങ്ങളിലേക്കും വഴി തെളിക്കാറുണ്ട്. അതേ, ആവർത്തന പുസ്തകത്തിൽ 16:19 ഞാൻ വായിക്കുന്നത്, ന്യായം മറിച്ച് കളയരുത്, മുഖം നോക്കരുത്, സമ്മാനം വാങ്ങരുത്, സമ്മാനം ജ്ഞാനികളുടെ കണ്ണു കുരുടാക്കുകയും നീതിമാന്മാരുടെ കൈ മറിച്ച് കളയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ന്യായം മറിച്ച് കളയരുത്, മുഖം നോക്കരുത്, സമ്മാനം വാങ്ങരുത്, ഇതൊക്കെ എന്താണ്? അതൊക്കെയും ഈ മോഹത്തിൻ്റെ പട്ടികയിലേക്ക്, അല്ലെങ്കിൽ മോഹം മുഖാന്തരം മറ്റു പല കാര്യങ്ങളും ചെയ്യുവാൻ നമ്മെ പ്രേരിതരാക്കുന്നു.
പ്രവാചകനായ മീഖ ഇപ്രകാരം പറയുകയുണ്ടായി, 2:2, അവർ വയലുകളെ മോഹിച്ചു പിടിച്ചു പറിക്കുന്നു, അവർ വീടുകളെ മോഹിച്ചു കൈക്കലാക്കുന്നു, അങ്ങനെ അവർ പുരുഷനെയും അവൻ്റെ ഭവനത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും പീഡിപ്പിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ഇടപാടിലായാലും വസ്തുവകയുടെ ഇടപാടുകളിലായാലും എന്തായാലും മോഹം എന്തു ചെയ്യുന്നു? തോന്നിയവാസം ചെയ്യുവാൻ തക്കവണ്ണം മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. അത് അവിടെ കൊണ്ട് മാത്രമല്ല, അത് വീണ്ടും കൊലോസ്യലേഖനം 3:6 പറയുന്നത്, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഇത് അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, അത് ലൂക്കോസിൻ്റെ സുവിശേഷം 16:13 ഞാൻ വായിക്കുന്നത്, 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു വൃത്തിനും കഴിയുകയില്ല. ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പരിചയം മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവൻ അതേ തൻ്റെ എല്ലാ കാര്യത്തിലും ദൈവത്തുള്ളതായ തൻ്റെ കൂറ് കാണിക്കും. എന്നാൽ മാമോനെ സ്നേഹിക്കുന്നവൻ ആ കാര്യത്തിന് വേണ്ടതായ വ്യാപൃതയിൽ ആ കാര്യത്തിനുള്ളതായ കാര്യത്തിൽ മുഴുകിക്കഴിയും. ആയതുകൊണ്ട് അങ്ങനെയുള്ളൊരു ജീവിതമല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പിന്നെയോ മോഹിക്കാതെ നന്മ ചെയ്ത് നല്ലതായ ഒരു ജീവിതം നയിക്കുന്ന ഒരു ജീവിതത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പഴയ നിയമകാലത്ത് നടന്നായ ഒരു സംഭവം ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. അതായത് ജോഷുവയുടെ കാലത്ത് ശാപാർപ്പിതമായത് ഒന്നും ആഗ്രഹിക്കരുത്, എടുക്കരുത് എന്ന് പറഞ്ഞതായ കാര്യത്തെക്കുറിച്ച് ആഖാൻ എന്ന് പറയുന്നതായ വ്യക്തി എന്തു ചെയ്തു എന്ന് ജോഷുവയുടെ പുസ്തകത്തിൽ 20 മുതൽ 22 വരെയുള്ളതായ വേദഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആഖാൻ യോശുവായോട്, ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയോട് പിഴച്ചു, ഇന്നത് ചെയ്തിരിക്കുന്നു സത്യം, ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോണ്യ മേലങ്കിയും 200 ശേക്കെൽ വെള്ളിയും 50 ശേക്കെൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു, മോഹിച്ചു, എടുത്തു, അവ എൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ നിലത്തെ കുഴിച്ചിട്ടിരിക്കുന്നു, വെള്ളി അടിയിലാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആ സംഭവം നമുക്കറിയാം. അതായത് ജെറിക്കോ പട്ടണം കീഴടക്കിയതായ എല്ലാവരും സന്തോഷിച്ചു. കാരണം ദൈവമാണ് അവിടെ പ്രവർത്തിച്ചത്. അവർ ഈ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടന്നു. 7ാമത്തെ തവണ 7 പ്രാവശ്യം നടന്നു. ദൈവത്തിൻ്റെ പേടവുമായിട്ടാണ് അവർ പോയത്. അങ്ങനെ ആ പട്ടണത്തിൽ അവർ കാഹളം തുരുക്കി എല്ലാവരും ശബ്ദമുണ്ടാക്കിയപ്പോൾ ആ മതിലുകൾ ഇടിഞ്ഞു വീണതായിട്ടുള്ളതായ ചരിത്രം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ പോയി കൊള്ള ചെയ്തതായ കൂട്ടത്തിൽ ആഖാൻ എന്ന് പറയുന്ന ആ വ്യക്തി ദൈവം ശാപാർപ്പിതം എന്ന് പറഞ്ഞതായ വസ്തു കണ്ടു മോഹിച്ചു. ആ മോഹം എന്തു ചെയ്തു? അവരുടെ പിന്നീടുള്ളതായ ഭാവിയെ തുലയ്ക്കുവാൻ അല്ലെങ്കിൽ ഭാവിയെ കെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവരതിന് ശേഷം ഈ പട്ടണം കീഴടക്കുവാൻ തക്കവണ്ണം പരിശ്രമിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കോപമാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ യോശുവ കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചു ദൈവത്തോട്. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് തിരഞ്ഞു പിടിക്കുവാനൊക്കെ അവർ വഴി വന്നതായ സമയത്താണ് എന്ത് സംഭവിച്ചത്? ആഖാനെ അവർ ചീട്ടിട്ടു. ആഖാനാണ് കുറ്റക്കാരെന്ന് പിടികിട്ടി. അങ്ങനെ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളാണിത്, ഞാൻ ഇതൊക്കെയും കണ്ടു, എന്തു ചെയ്തു? മോഹിച്ചു. ആ മോഹം മുഖാന്തരം ഇസ്രയേലിയർക്ക് മുഴുവനായിട്ട് ആ പാപത്തിൻ്റെ അനന്തരഫലം ഉണ്ടായി എന്നുള്ളതായ കഥയാണ് നാം അവിടെ നിന്ന് പഠിക്കുന്നത്. വീണ്ടും നമുക്ക് പഴയ നിയമത്തിലുള്ളതായ വേറൊരു ചെറിയ കഥ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇസ്രായേൽ മക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ബാലാക്ക് എന്ന് പറയുന്നതായ ഒരു രാജാവ് അവരെ കീഴടക്കുവാൻ മറ്റു പല രാജാക്കന്മാരെ അവർ കീഴടക്കി കണ്ട കാഴ്ചയിൽ അവന് വളരെ ഭയമുണ്ടായി. ആയതുകൊണ്ട് സൂത്രത്തിൽ അവരെ നശിപ്പിക്കാൻ തക്കമുള്ളൊരു വഴിയാണ് ഈ രാജാവ് അന്വേഷിച്ചത്. അതുകൊണ്ട് ബിലെയാം എന്ന് പറയുന്നതായ ഒരു പ്രവാചകനെ, ദൈവത്തിൻ്റെ പ്രവാചകനെ കൊണ്ട് അവരെ ശപിപ്പാൻ തക്കവണ്ണം താൻ വഴിയൊരുക്കുന്നു. ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്നാൽ ബിലെയാം എന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹിയായിരുന്നു. അവനധികം സമ്മാനം പ്രതീക്ഷിച്ച് അവനോട് വന്നു. പക്ഷേ ദൈവം അവനെ അനുവദിച്ചില്ല. അവൻ്റെ വരവിൽ അവന് കഴുതയുടെ പുറത്തിങ്ങനെ പോയപ്പോൾ യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായ ഒരു സാഹചര്യമുണ്ട്. അത് നമുക്ക് സംഖ്യാപുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ 33, 24 വാക്യത്തിൽ വായിപ്പാൻ കൊണ്ട് സാധിക്കും. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. ആര് കണ്ടു? കഴുത കണ്ടു. കഴുത വഴിയിൽ നിന്ന് മാറി വയലിലേക്ക് പോയി. കഴുത വയലിലേക്ക് തിരിയേണ്ടതിന് ബിലെയാം അതിനെ അടിച്ചു.
പിന്നെ യഹോവയുടെ ദൂതൻ ഇരുപുറവും മതിലുള്ള മുന്തിരിത്തോട്ടങ്ങളുടെ ഇടുക്കുവഴിയിൽ നിന്നു. അവിടെയും കഴുത ഇവനെ കാലിൽ പിടിച്ച് ഞെക്കി. കാരണം ദൈവത്തിൻ്റെ ദൂതൻ അവനെ കൊല്ലുവാൻ തക്കമുള്ളതായ സാഹചര്യത്തിൽ മാറി നിൽക്കുവാൻ. അവസാനം വീണ്ടും കഴുത അടിച്ചപ്പോൾ കഴുത, അതെ, സംസാരിക്കാത്ത കഴുത സംസാരിച്ചു. അങ്ങനെ ബിലെയാമിന് താൻ ചെയ്ത പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുകയാണ്. കാരണം അവൻ്റെ മനസ്സിൽ ഈ ദ്രവ്യം മോഹിച്ചതുകൊണ്ടാണ് ഇതൊക്കെയും ചെയ്തത്. പിന്നീടുള്ളതായ യുദ്ധത്തിൽ ഈ രാജാവ് കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഈ പ്രവാചകനും ഉണ്ടായിരുന്നുവെന്ന് സംഖ്യാപുസ്തകം 31 വാക്യത്തിൽ പറയുന്നുണ്ട്. നിഹതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാൻ്റെ രാജാക്കന്മാരായ ഏവി, റോക്കേം, സൂർ, ഖൂർ, രേബ എന്ന 5 രാജാക്കന്മാരെയും കൊന്നു. ബയേരിൻ്റെ മകനായ ബിലെയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു എന്ന് പറയുന്നുണ്ട്. ആയതുകൊണ്ട് ഇങ്ങനൊരവസ്ഥാവിശേഷം ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മോഹം പിശാചിനെ നമ്മിൽ നിന്നും മാറ്റിവെക്കണം. അതേ, പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ കാലത്ത് നടന്ന സംഭവത്തെക്കുറിച്ച് ഒരു ധനവാനായ ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം വന്നു. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 12 അധ്യായത്തിൽ 16 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങളിലാണ്. അവന് ഇപ്രകാരമാണ് പറയുന്നത്: എന്നിട്ട് എന്നോട് തന്നെ എനിക്കേറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുക്കൾ സ്വരൂപിച്ച് വച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവം അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറയുന്നതായ ഒരു സാഹചര്യമുണ്ട്. അതെ, അതിൻ്റെ സംഭവം ഇതാണ്. ധനവാനായ മനുഷ്യന് തനിക്കുണ്ടായിരുന്ന വസ്തുക്കൾക്കെല്ലാം വലിയ ഒരു ബമ്പർ ക്രോപ്പ് അല്ലെങ്കിൽ അനവധിയായ ധാന്യവിളവുണ്ടായി. ആ ഉണ്ടായതായ നാഴികയിൽ അതെല്ലാം സംഭരിപ്പിച്ച് ശേഖരിച്ച് വെച്ചു. എന്നിട്ട് താൻ പറയുകയാണ്, എനിക്ക് ഇനി ഇഷ്ടം പോലെയുണ്ട്. അതെ, ആശ്വസിക്കുക, കുടിക്കുക, തിന്നുക, സന്തോഷിക്കുക. അതായത് അത് സമൂഹത്തിലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിന് പകർന്നു കൊടുക്കുകയോ ചെയ്യുന്നതിന് പകരം അത് തന്നെത്താൻ സ്വയമായിട്ട് അത് മോഹിച്ചതായ ഒരു സാഹചര്യത്തിൽ ദൈവമാണ് അവനോട് പറയുന്നത്: മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന്. അതേ, പലപ്പോഴും ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ നാമും നമ്മുടെ ചിന്താഗതികളും ഇതുപോലുള്ള മോഹപിശാചിനെ വഹിക്കുന്നവരായി തീരാറുണ്ട്. എന്താണ്? വസ്തുവകകൾ സംഭരിക്കുക, ധനം മോഹിക്കുക, അല്ലെങ്കിൽ കാറ് സംഘടിപ്പിക്കുക, വീടുകൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും മുഴുകി സ്വർഗസ്ഥനായ ദൈവത്തെ മറന്നു പോകുന്നതായ ഒരു സാഹചര്യമുണ്ട്. അത് ഉണ്ടാകാതിരിക്കണമെന്ന് എന്ത് ചെയ്യണം? അതാണ് നാം ദൈവത്തോടെ, അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മോഹപിശാചിനെ നമ്മിൽ നിന്ന് മാറ്റണം. നമുക്കറിയാം 12 ശിഷ്യന്മാരിലുണ്ടായിരുന്നു. ആ 12 ശിഷ്യന്മാരിൽ ഇസ്കാരിയോത്ത യൂദാവ് എന്ന് പറയുന്നത് എന്താണ്? അവന് പിശാച് അവനിൽ പ്രവർത്തിച്ചു. അതിനെക്കുറിച്ച് വിശുദ്ധ മർക്കോസിന് സുവിശേഷം 14, 10, 11 വാക്യം ഞാൻ വായിക്കുന്ന ഇപ്രകാരമാണ്: പിന്നെ 12 ഒരുത്തനായ ഇസ്കാരിയോത്താവായ യൂദാ അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. അവർ അത് കേട്ട് സന്തോഷിച്ചു. അവന് പണം കൊടുക്കാം എന്ന് വാഗ്ദത്തം ചെയ്തു. അവനും അങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കാമെന്ന് തക്കം അന്വേഷിച്ച് പോന്നു. കാരണം അവന് എങ്ങനെയുള്ളവനായിരുന്നു? അവന് ദ്രവ്യാഗ്രഹിയായിരുന്നു. അതുപോലെ പരീശന്മാരൊക്കെയും യേശു അവരെ ശാസിച്ചപ്പോൾ അവർക്ക് പ്രയാസമുണ്ടായി. കാരണം ലൂക്കോസിന് സുവിശേഷം 16 അധ്യായത്തിൽ 14 വാക്യം ഞാൻ വായിക്കുന്നത്, ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ടു, അവനെ പരിഹസിച്ചു എന്ന് പറയുകയാണ്. നമുക്കറിയാം, പരീശന്മാരും അതുപോലെ ഇസ്രായേലിയരുടെ നേതാക്കന്മാരൊക്കെയും യെരുശലേം ദേവാലയത്തെ ഒരു കച്ചവട സ്ഥലമായിട്ട് മാറ്റി. കാരണം അവർക്ക് അതിൽ നോക്കുകയും കമ്മീഷൻ കിട്ടുമായിരുന്നു. ആയതുപോലെ ഇന്നത്തെ ജീവിത പ്രവണതയിലും മനുഷ്യന് കമ്മീഷന് വേണ്ടി, അതായത് ദ്രവ്യം മോഹിച്ചുകൊണ്ട് പല ഇടപാടുകളിലും ഏർപ്പെടാറുണ്ട്. ആ ഏർപ്പാടുകളൊക്കെയും ദൈവത്തിന് നിരക്കാത്തതാണ്. ആയതുകൊണ്ട് ദൈവത്തിന് നിരക്കാത്തതായ പ്രവണത നമ്മിലുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിക്ക് എഴുതുമ്പോൾ 1 തിമോത്തി 6:9-10 ഞാൻ വായിക്കുന്നത്, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങൾ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യും. പിന്നീട് പറയാണ്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. എൻ്റെ കേൾവിക്കാരായ എല്ലാവരുമേ, അതെ,
തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വസ്തുനിഷ്ഠമായിട്ട് ഇതൊക്കെയും നമുക്ക് നൽകിയിരിക്കുകയാണ്. കാരണം മോഹപിശാച് അത് നമ്മിൽ കടന്നുകൂടിയാൽ നാം എന്തു ചെയ്യുന്നു? ദൈവത്തിന് നിരക്കാത്തതായ അനേക കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായിത്തീരും. അതിവിടെ പറയുന്നത് ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങൾ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. കാരണം ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാണിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. അതെ, നമുക്കറിയാം, നമ്മുടെ ഇടയിൽ പലരും സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു വരാറുണ്ട്. അവരുടെ ആരംഭം വളരെ നല്ല ആരംഭമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ അനേകർ അവർക്ക് നിർലോഭമായിട്ട് അതേ ദാനങ്ങൾ കൊടുക്കാറുണ്ട്. ഈ ദാനങ്ങൾ കണ്ടു കഴിയുമ്പോൾ പിന്നീട് അവരുടെ ആദ്യ ശുഷ്കാന്തി നശിച്ചിട്ട് പിന്നെ ദ്രവ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളതായ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ചിന്തയെ അവരെ ഭരിക്കുകയാണ് ചെയ്യുന്നത്. അവരെ ഊണിലും ഉറക്കത്തിലും ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതിന് പകരം പിന്നെ എങ്ങനെ ധനമുണ്ടാക്കാം, അതിന് മേൽക്കുമേൽ പണമുണ്ടാക്കാം, മേൽക്കുമേൽ സമ്പാദിക്കാം, അതിനുള്ളതായ ഉപാധികൾ അവരന്വേഷിക്കുന്നു. അതെന്തിലേക്ക് അവരെ വഴിതെളിക്കുന്നു? വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ആയതുകൊണ്ട് എന്താണ് പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? അതായത് നാം നല്ലതിനു വേണ്ടി ആഗ്രഹിക്കുവാൻ തക്കവണ്ണം. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 12:31 ഞാൻ വായിക്കുന്നത്, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ, ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അടുത്ത അധ്യായത്തിൽ അതേ സ്നേഹത്തെക്കുറിച്ച് അതേ താൻ പറയുകയാണ്. കാരണം സ്നേഹമാണ് എല്ലാറ്റിനും ഉപരിയായിട്ടുണ്ടാകേണ്ടത്. അതെ, സ്നേഹമുണ്ടെങ്കിൽ മോഹപിശാച് നമ്മുടെ ഇടയിൽ കുടികയറുകയില്ല. ആയതുകൊണ്ട് ഈ മോഹപിശാചിനെ മാറ്റുവാൻ തക്കവണ്ണം നാം എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിഴലിടണം. അതുകൊണ്ട് ആ ഒരു താല്പര്യത്തിലേക്ക് പ്രത്യേകിച്ച് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ 10:3 ഞാൻ വായിക്കുകയാണ്, ദുഷ്ടൻ തൻ്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു, ദുരാഗ്രഹി യഹോവയെ ത്യജിക്ക് നിന്ദിക്കുന്നു. നമ്മുടെ സൃഷ്ടാവിനെ ത്യജിച്ച് നിന്ദിക്കുന്നത് നല്ലതാണോ? അല്ല, ഒരിക്കലുമല്ല. അതാരാണ് ചെയ്യുന്നത്? ദുരാഗ്രഹികൾ. അതുകൊണ്ട് ആ ദുരാഗ്രഹം നമുക്ക് പാടില്ല. മോഹം അത് നല്ലതല്ല. അതാണ് ദൈവത്തിൻ്റെ കൽപ്പന അനുശാസിക്കുന്നത്. ആയതുകൊണ്ട് അതിൽ നിന്നും വിട്ടുനിൽപ്പാൻ തക്കവണ്ണമാണ് ദൈവം നമ്മോട് ആജ്ഞാപിക്കുന്നത്. എനിക്കൊരു ഉദാഹരണം വായിപ്പാനുണ്ട്. ദ ഗ്രേറ്റസ്റ്റ് സിൻ വിച്ച് നൗ എക്സിസ്റ്റ് ഇൻ ദ ചർച്ച് ഈസ് covetousness. God frowns upon his professed people for their selfishness. അതായത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയതായ പാപമെന്ന് പറയുന്നത് മോഹമാണ്. അതെ, അവയിൽ നിന്നും വിട്ടുനിൽപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ജനം എന്തു ചെയ്യണം? അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ വെടിഞ്ഞിരിക്കണം. ആയതുകൊണ്ട് അത് എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാൻ മുമ്പേ ആഖാൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. ആയതുപോലെ ഇന്നത്തെ കാലത്ത് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മോഹത്താൽ അവർ ദൈവകൽപ്പന ലംഘിച്ച് ഭൗമികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതായ ഒരു പ്രവണത കാണുന്നുണ്ട്. അതെ, ലോകം വളരെ ആകർഷണീയമാണ്. അത് നമ്മെ ആകർഷിപ്പാൻ തക്കവണ്ണം പല ഉപാധികൾ ഉപയോഗിക്കാറുണ്ട്. ഇന്ന് നമ്മൾ കാണാറുണ്ടല്ലോ പലതരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്. ടെലിവിഷനിലായാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് ഉപാധിയായാലും നമ്മെ ആകർഷിപ്പാൻ തക്കവണ്ണം ചെയ്യുന്ന ഈ അനവധിയായ ആകർഷണ വസ്തുക്കൾ ആകർഷണ വലയത്തിൽപ്പെട്ടു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുക, തിരുവചനം വായിക്കുക. അത് മുഖാന്തരം നമുക്ക് എന്തു ചെയ്യും? അതേ, ആത്മീയമായി നിറവുള്ളവരായി ഈ മോഹ വഴികളിൽ നിന്നും വിട്ടു നിൽപ്പാൻ തക്കവണ്ണം നമ്മെ ദൈവം സഹായിക്കും. ആയതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഒരു ആലോചനയിൽ ഇപ്രകാരം പറയുകയുണ്ടായി. അതായത് ഈ പിശാചിൻ്റെ ദൂതന്മാരെല്ലാം കൂടെ ഇങ്ങനെ ഒത്തൊരുമിച്ച് കൂടി അവരൊരു കൗൺസിൽ കൂടുകയാണ്. ആ കൗൺസിലിൽ പല പല ആയുധങ്ങളെക്കുറിച്ച് എടുത്ത് കാണിക്കുകയാണ്. എന്നാൽ അവിടെ മോഹം എന്ന് പറയുന്നതായ കാര്യമാണ് ഏറ്റവും വലുതായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഉപയോഗപ്രദമായുള്ളതായ ഉപകരണം എന്ന് പറയപ്പെടുകയുണ്ടായി. കാരണം പിശാച് പറയുന്നത് ഇങ്ങനെയാണ്, മെയ്ക്ക് കവച്ചസ്നെസ് ആൻഡ് എ ലവ് ഓഫ് ദ എർത്തിലെ ട്രഷർ
ദ റൂളിംഗ് ട്രേറ്റ്സ് ഓഫ് ദെയർ ക്യാരക്ടർ. അതായത് ക്രിസ്തീയ വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. ആസ് ലോങ് ആസ് ദിസ് ട്രേറ്റ്സ് റൂൾ, സാൽവേഷൻ ആൻഡ് ഗ്രേസ് സ്റ്റാൻഡ് ബാക്ക്, ക്രൗഡ് എവറി അട്രാക്ഷൻ അറൗണ്ട് ദം ആൻഡ് ദേ വിൽ ബി ഷുവർലി യുവേഴ്സ് ഓർ അവേഴ്സ്. ആരാണ് പറയുന്നത്? പിശാചാണ് പറയുന്നത്. അപ്പോൾ അതെത്രമാത്രം വാസ്തവമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അതായത് വേറൊരു ഉദ്ധരണി പറയുന്നത്, ഓൾ കവച്ചസ്നെസ് ഈസ് കണ്ടംഡ് ആസ് ഐഡോളട്രി, ഓൾ സെൽഫിഷ് ഇൻ്റലിജൻസ് ഈസ് ആൻ ഒഫൻസ് ടു ഗോഡ് സൈറ്റ്. അതായത് ദൈവസന്നിധിയിൽ ഇതൊക്കെയും എന്താണ്? തെറ്റാണ്. ആ തെറ്റ് ചെയ്യാതിരിക്കാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണം? ദൈവ വഴികളിലൂടെ സഞ്ചരിക്കുക. അതേ സ്വാർത്ഥത വെടിഞ്ഞിട്ട് നല്ലവരായി ജീവിക്കുക. മോഹപിശാചിനെ, അതേ പിശാചായവൻ നമ്മെ ആകർഷിപ്പാൻ തക്കവണ്ണം, നമ്മെ കുടുക്കുവാൻ തക്കവണ്ണം പല വഴികളിലൂടെ ഉപയോഗിക്കുകയാണ്. അത് ചിലപ്പോൾ നിറമായിരിക്കാം, അത് ചിലപ്പോൾ മറ്റു പലതായിരിക്കാം, അത് ചിലപ്പോൾ ലോട്ടറി ആയിരിക്കാം, അത് ചിലപ്പോൾ എന്തെല്ലാം ഉണ്ട് ഈ ഭൂമിയിൽ. അതൊക്കെ ഞാൻ വിവരിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. കാരണം മോഹിക്കരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. താൻ പറഞ്ഞതായ കാര്യത്തിൽ നാം എത്രമാത്രം കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരുള്ള യാതൊന്നിനെയും മോഹിക്കരുത് എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ളതായ അനേക മോഹ സർക്കിളുകൾ നമുക്കുണ്ട്. അത് എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് ആ വലയത്തിൽപ്പെട്ടു പോകാതിരിപ്പാൻ തക്കവണ്ണം നാം സൂക്ഷിക്കുക. അത് ദൈവത്തിൻ്റെ കൽപ്പന അനുശാസിക്കുന്നത് മോഹിക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന പങ്കായി തീരണം. കാരണം മോഹമാണ് സകല ദോഷങ്ങളുടെയും അടിസ്ഥാനം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതായത് ദ്രവ്യാഗ്രഹം സകല കുഴപ്പങ്ങൾക്കും കാരണമാണ്. അതുകൊണ്ട് ആ ദ്രവ്യാഗ്രഹിയായി ജീവിക്കാതെ പിന്നെയോ നിത്യരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽക്കാലം വിളിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഏവരുമേ ഈ ആലോചനകൾക്ക് വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതായത് ഈ ദ്രവ്യാഗ്രഹം, പിന്നെയും ഞാൻ കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞത് സകല ദ്രവ്യാഗ്രഹം സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതായ അവിടുത്തെ ദൂത് വിരുന്നിനായി നന്ദിയോടെ സ്തോത്രം. ഇത് കേട്ട് വെറും കേൾവിക്കാരായി മാത്രമല്ല, പിന്നെയോ 30, 60, 100 മേനി ഫലം കായ്ച്ചുകൊണ്ട് ദൈവമക്കളായി ജീവിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരും സഹായിക്കണമേ. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. സകല യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.